കർഷകർ ഉപേക്ഷിച്ച പൊക്കാളി കൃഷി സംരക്ഷിക്കാനൊരുങ്ങി പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്ത്. പൂയപ്പള്ളി 14-ാം വാർഡിലെ കണ്ടത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കി. മുൻവർഷങ്ങളിൽ വടക്കേക്കരയിലെ 2 സഹകരണ ബാങ്കുകൾ പൊക്കാളി കൃഷി ഇറക്കിയിരുന്നുവെങ്കിലും നഷ്ടമുണ്ടായി. തുടർന്ന് ഈ വർഷം പൊക്കാളി കൃഷിയിൽ നിന്ന് സഹകരണ ബാങ്കുകൾ വിട്ടുനിന്നതോടെയാണ് ചിറ്റാറ്റുകര പഞ്ചായത്ത് ദൗത്യം ഏറ്റെടുത്തത്. ചിറ്റാറ്റുകര പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൃഷിഭവന്റെ കാർഷിക വികസന സമിതിയുടെയും നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഞാറുനടീലിന് നേതൃത്വം നൽകി. കൃഷി ഇറക്കിയ മറ്റു പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതോടെ കർഷകർ വലിയ പ്രതിസന്ധിയാണ് ഇത്തവണ നേരിട്ടത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്ന് ഞാറുനടൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും ഞാറുനടാൻ കൂടിയതോടെ കർഷകർക്കും ആവേശമായി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പൊക്കാളി കൃഷി രീതികളെക്കുറിച്ച് പഠിക്കാൻ ചിറ്റാറ്റുകര LP സ്കൂളിലെയും നമ്പർ 1 ഇന്റർനാഷണൽ സ്കൂളിലെയും വിദ്യാർത്ഥികളും എത്തി. പ്രകൃതിദത്തമായ രീതിയിൽ വളങ്ങൾ യാതൊന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന കേരള തനിമയുള്ള ഏക ജൈവ നെല്ലിനമാണ് പൊക്കാളി. എന്നാൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കൂലിച്ചെലവാണ് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഒട്ടേറെ ഔഷധ ഗുണമുള്ള പൊക്കാളി അരിയെ കൂടുതൽ ജനങ്ങളിലേക്കും വിദേശ വിപണികളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. ഇക്കാര്യത്തിൽ പൊക്കാളി നിലവികസന ഏജൻസി അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.